ഹായ് ടീച്ചർ. നമസ്കാരം മക്കളെ, ഞാൻ ടീച്ചർ. പഠനം മാത്രമല്ല, പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പഠിപ്പിക്കാനും ഞാൻ നിങ്ങളെ സഹായിക്കാം. മിടുക്കന്മാരാവണ്ടേ നമുക്ക്? അതിനു മുൻപ് ഡോക്ടർ ബിട്ടുവിന്റെ ക്ലാസ്സിലേക്ക് പോവാം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഡോക്ടർ ബിട്ടു. ഇന്ന് എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഫോണിലുള്ള ഗെയിം കളികളൊക്കെ കുറച്ച് എപ്പോഴും നമ്മൾ പുറത്തു പോയി കളിക്കുക, അല്ലെങ്കിൽ വീട്ടിനകത്തു തന്നെയുള്ള ഫോണിലല്ലാത്ത കളികളുണ്ടല്ലോ, കൂട്ടുകാർക്കറിയില്ലേ? പന്ത് തട്ടിക്കളിക്കുക, ക്രിക്കറ്റ് പോലെയുള്ള കളികൾ, ഫുട്ബോൾ പോലെയുള്ള കളികൾ, മറ്റ് ആക്ടിവിറ്റികളുള്ള കളികൾ, അവ കളിക്കുക. മറ്റു കൂട്ടുകാരോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കുക, അവരോട് ശാന്തമായി സംസാരിക്കുക, നല്ല രീതിയിലുള്ള കൂട്ടുകൂടുക. ഫോണിലുള്ള കളികളൊക്കെ കുറച്ച് കൂട്ടുകാർ ഇതുപോലെയുള്ള കളികൾ കളിക്കുമല്ലോ. ഇനി ടീച്ചറുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. ഹലോ മക്കളെ, അപ്പോ ടീച്ചർ ഇന്നൊരു ആക്ടിവിറ്റിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മൾ കൂടുതൽ എൻഗേജ് ആവുന്നത് ഇതുപോലുള്ള ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇതാണ് ആക്ടിവിറ്റി. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ നമ്പേഴ്സ്. കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതേപോലെ കുറച്ച് പിക്ചേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ പിക്ചേഴ്സിൽ ഏതൊക്കെ ഒബ്ജക്റ്റ് ആണ്, എത്ര നമ്പേഴ്സാണ് ഉള്ളത്, അതിന് മാച്ച് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ മാച്ച് ചെയ്യണം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ എന്താണെന്ന്? അതായത് പിക്ചേഴ്സ് ഉണ്ട്, പിക്ചേഴ്സിൽ ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം കൗണ്ട് ചെയ്യണം, എണ്ണണം. അതിനുശേഷം ആ സംഖ്യ ഏതാണ്, ആ സംഖ്യ നമ്മൾ മാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ബോൾ ഉണ്ട്, ഫ്ലാഗ് ഉണ്ട്, 2 കുട്ടികളുണ്ട്, ആൻഡ് ഓൾസോ ഒരു ബാസ്കറ്റ് ബോൾ നെറ്റ് ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് വൺ എന്താണ്? ബോളാണ്. അപ്പോൾ എത്ര ബോൾ ഉണ്ട്? 1 2 3 4 5 6 7 8. അപ്പോൾ 8 ബോൾസ് ആണ് അവിടെ ഉള്ളത്. 8 എന്നുള്ള നമ്പർ അവിടെ ഉണ്ടോ? ഉണ്ടല്ലേ? അപ്പം നമ്മൾ മാച്ച് ചെയ്യണം. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം എണ്ണ പോരാ, കാരണം നമ്മൾ അതൊന്നും കൂടി റീചെക്ക് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ റീചെക്ക് ചെയ്തു. 8 ഉണ്ട്. സോ ആ 8 എന്നുള്ള ആ ഒരു നമ്പറും നമ്മൾ മാച്ച് ചെയ്തു. അപ്പം 8 ബോൾസ് ആണ്, 8 എന്ന നമ്പർ നമ്മൾ മാച്ച് ചെയ്തു. ഇനി നമുക്ക് എന്തൊക്കെയാണുള്ളത്? ഫ്ലാഗ് ഉണ്ട്, കിഡ്സ് ഉണ്ട്, അതേപോലെ ബാസ്കറ്റ് ബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ നെറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ 15 to 6 ഇതാണ് റിമൈനിങ് ബാക്കി വരുന്നുള്ള നമ്പേഴ്സ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എണ്ണാം. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ആദ്യം ഇനി ബാസ്കറ്റ് ബോൾ നെറ്റ് നമുക്ക് 1 2 3 4 5 6. 6 ആണ്. 1 2 3 4 5 6. 6 എന്ന നമ്പറിലേക്ക് നമ്മൾ ആ ബാസ്കറ്റ് ബോൾ നെറ്റിന്റെ കൗണ്ട് മാച്ച് ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീണ്ടും നമുക്ക് 2 പിക്ചേഴ്സ് ഉള്ളത്, ആ കുട്ടികളുടെതും പിന്നെ ഒന്ന് ഏതാണ് ആ ഫ്ലാഗിൻ്റെയും. സോ ഫ്ലാഗ് നമുക്ക് എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ അല്ലേ? അപ്പോൾ 15 ആണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. സോ 15 എന്ന നമ്പർ നമ്മൾ മാച്ച് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കുട്ടികൾ എത്ര? 1 2. അപ്പോൾ 2 കുട്ടികളും നമ്മൾ ആ നമ്പറിലേക്ക് മാച്ച് ചെയ്തു. സോ നമ്മൾ അങ്ങനെ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു അല്ലേ? മനസ്സിലായില്ലേ? ഈ ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് പിക്ചർ വിത്ത് നമ്പറും പിക്ചറും നമ്മൾ മാച്ച് ചെയ്തു. സോ അപ്പോൾ നമ്മൾക്ക് ബാസ്കറ്റ് ബോള് 8ഉം ഫ്ലാഗ് 15, അതേപോലെ കിഡ്സ് 2ഉം ബാസ്കറ്റ് ബോൾ നെറ്റ് 6ഉമാണ് ഉണ്ടായിരുന്നത്. അല്ലേ? നമ്മൾ ഇതിലൂടെ എന്തൊക്കെയാണ് പഠിച്ചത്? കൗണ്ട് ചെയ്യാൻ പഠിച്ചു, കൗണ്ടിങ്ങിൻ്റെ നമ്പേഴ്സ് മാച്ച് ചെയ്യാൻ പഠിച്ചു അല്ലേ? അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്. ഓക്കെ അല്ലേ മക്കളെ?
അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അതേപോലെ ഡോക്ടർ ബിട്ടു പറഞ്ഞതും കൂടി മനസ്സിൽ വെക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹായ്, ഞാൻ ടി ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി വളർത്തിയെടുക്കാം.